നമുക്ക് രാവിലെ തന്നെ ഒരു ചായം പയമ്പട്ട് തിന്നിട്ട് തുടങ്ങാം. നേരം വെച്ചപ്പോൾ തന്നെ ആൾമാർക്ക് ഫുള്ളായിരിക്കും. പിന്നെ അവിടുത്തെ ആളൊക്കെ ഒന്ന് പോയിട്ട് ചീത്തയും കേട്ട് ഇതൊക്കെ കേട്ടുകാണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഓന് പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ കണ്ണൂർ പോവാണ്. ഭയങ്കര തണുപ്പാണ് മക്കളെ, അങ്ങനെ തണുത്ത് പറിച്ചിക്കാണ്ട് നമ്മൾ സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ നമ്മൾ ട്രെയിൻ ഉണ്ട് വരുന്നത്. നമ്മളിപ്പോ വണ്ടി പഞ്ഞ് കയറി. ഞങ്ങൾ രണ്ടാളും പായിട്ട് കണ്ണൂർ പോണത്. ഞാനും അവനും ഇവിടെ കണ്ടാട്ടം മുന്നിൽ പോയിക്കൊണ്ട് ഓരോന്ന് കാട്ടുകൊണ്ട് ഓരോരുത്തർ നല്ല ഉറക്കുറങ്ങും. ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു പോയി നമ്മൾ പോകാണ്ട് ഉറങ്ങി. എന്നിട്ട് നമ്മളൊരു നല്ല ഉറക്കുറങ്ങി വെച്ചപ്പോൾ തന്നെ നമ്മൾ വണ്ടി കണ്ണൂർ എത്തി. നമ്മളപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പയിച്ചിട്ട് വെച്ചിങ് നേരെ മുന്നേ കണ്ട ഹോട്ടലിൽ കണ്ട് കയറി. മൂപ്പരാക്ക് വേണ്ടി ദഫ് വലിച്ച് പിരാന്തായതുകൊണ്ട് ആ ഡ്രസ്സ് ഇപ്പോഴും മാറ്റിയിട്ടില്ല. അങ്ങനെ ഓരോരുത്തർ ഊക്കിരുന്നപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കൊണ്ട് എത്തി. ഞാൻ തിന്നു കണ്ട് നോക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ചായ ഒക്കെ കുടിച്ചിറങ്ങി നമ്മൾ നേരെ സ്റ്റാൻഡിലേക്ക് പോയി. സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ യാത്ര ബസ് കയറ്റിയത്. എന്നിട്ട് അതിന് ഇറക്കി വിട്ട് അങ്ങനെ ആകെ കുളയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ബാലേട്ടനെ കാണുന്നത്. കാണുന്ന മാതിരിയല്ല, ഭയങ്കര സ്നേഹം. അങ്ങനെ മൂപ്പരാളപ്പോൾ ഒരു വീട് എടുത്തുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ കയറ്റി പറഞ്ഞേച്ച്. എന്നിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളെ ക്ലയൻറ്റിനെ മീറ്റാക്കാൻ പോയി. അതാണ്ട് മൂപ്പരാളെ പേരാ കാണാൻ വരുന്നില്ല, നല്ല ഉഷാറ് പേരാണ്. ഞങ്ങൾ കുറച്ച് അളവൊക്കെ എടുക്കാണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ വെള്ളം അവിടെ നിന്നാണ്ട് ഇറങ്ങി. നമ്മൾ റിട്ടേൺ ടിക്കറ്റ് 3 അപ്പോൾ ഫുഡ് കഴിക്കാൻ സമയം കിട്ടില്ല. എത്തൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ട് നമ്മൾ നേരെ വണ്ടി കയറി. ആദ്യമൊന്നും ആളിയെങ്കിലും പിന്നെ വന്ന് നമ്മൾ ബാത്റൂമിൽ എത്തി. അങ്ങനെ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ തന്നെ നമ്മളാണ്ട് പേരേക്ക് എത്തി.